wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ ക്രിസ്മസ് മില്ലനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ജസ്റ്റ് ഒരു ഗ്യാതറിങ്. അപ്പോൾ ക്രിസ്മസിനോട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഗ്യാതറിങ് ആണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ദിവസം ഇരുന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഗിഫ്റ്റ് ഇതാ ഇത് 2 എണ്ണം ഇതാ പാക്ക് ചെയ്ത് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെ പറഞ്ഞ ചേട്ടൻ്റെ ഫ്രണ്ടിന് കൊടുക്കുക, പറഞ്ഞ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ പാക്ക് ചെയ്തുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നത് ഈവനിങ്ങിലാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ 6 മണിക്കാണ്. അപ്പോൾ ഇറങ്ങേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുന്നു. 5:45. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം. ഞാനും ചേട്ടനെ പോകുന്നുള്ളൂ. അഞ്ജുനൊന്നും റെഡിയാണ്. ഞങ്ങൾ പാഴ്സലൊക്കെ വരുത്തിച്ചിട്ടുണ്ട്. അഞ്ജുന് നല്ല അടിപൊളി തന്തൂരി ചിക്കൻ അല്ല അഞ്ജു? അഞ്ജുന് ഇനി ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെയാണ്, സ്കൂളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയി കഴിയുമ്പോൾ പിന്നെ അഞ്ജുന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്യില്ല. അഞ്ജു നല്ല ഫുഡൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പരിപ്പൊന്നും അല്ലാതെ നല്ല തന്തൂരി ചിക്കൻ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അഞ്ജുന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങണം കേട്ടോ. ബൈ ബൈ. അങ്ങനെ ഞങ്ങളിതാ സ്കൂളിലേക്ക് എത്തിയിട്ടോ. സ്കൂളിലൊക്കെ നല്ല അടിപൊളി ഡെക്കറേഷൻ ആണെന്ന്, നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റേജ് കാര്യങ്ങളെല്ലാം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ബോംബെയിലേക്കൊക്കെ പോകുന്നതിന്റെ ഒരു കുറച്ച് ദിവസം മുൻപെടുത്ത വീഡിയോ കേട്ടോ. പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് നല്ല ബിസി ആയിരുന്നു ഞങ്ങള്. അപ്പൊ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും ടൈം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോസ് എല്ലാം അങ്ങനെ പെൻഡിങ് ആയി കിടന്നത്. അപ്പൊ ഇനിയുണ്ട് 2-3 വീഡിയോയും കൂടെ ഇതേപോലെ പെൻഡിങ് ആയിട്ട്. അപ്പൊ അതെല്ലാം ഞാൻ പയ്യെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് ശേഷമായിരിക്കും നമ്മുടെ ബോംബെയിലേക്ക് പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇപ്പൊ ലേറ്റ് ആയതിന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷന്, ക്രിസ്മസ് ഗ്യാതറിങ്ങിന് കുറച്ച് ഗെയിംസ് ഒക്കെ അച്ഛൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ബോംബിന്റെ സിറ്റി ആയിരുന്നു. ഞാനൊക്കെ ഓൾറെഡി ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഔട്ട് ആവാത്തവരൊക്കെ ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനും അതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്തിരി നേരം ഗെയിം കാണാം. Anybody wants to change? No. Italy. One is there. And raise the standard for countries, otherwise all will be out. Brazil. ഇറ്റലിയിലേക്ക് പോക്കോ. ബ്രസീൽ. അതെ. ഇറ്റലി no one. നല്ല ഉറക്കത്തന്നെ മ്യൂസിക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇവർ ഏത് കൺട്രിയിലാണ് നിൽക്കുന്നത് അതുപോലെ ഇരിക്കും ഇവരുടെ ഭാഗ്യം. അപ്പൊ സിസ്റ്റർ 3rd ആയി, പിന്നെ ചേട്ടന് 2nd കിട്ടി, പിന്നെ അഖില ടീച്ചറിന് 1st. ഇനി അടുത്തത് തമ്പോല കേട്ടോ. തമ്പോല എന്ന് പറയുന്ന ഒരു ഗെയിം. നമുക്ക് അതും കൂടെ കാണാം ഇത്തിരി നേരം. Congratulations.
ഡൽഹൌസി ഡൽഹൌസി തമ്പോല നമ്മുടെ ഹൗസി ടൂത്ത് പിക്ക്. ഇപ്പൊ സമ്മാനം മേടിച്ചിട്ട് അടുത്തത് കാണിക്കാവേ. സമ്മാനം കാണിച്ചു തരാവേ. So all the prices are cash prices. Very heavy envelopes. Shall we begin? All of you got the tickets? So Jaldi 5 is gone. Please take the prize and go. Request Father Anish to give the cash award. അങ്ങനെ തമ്പോല എന്ന് പറയുന്ന ആ ഗെയിം കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സിന് ഒത്തിരി പേർക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. Okay, all the prizes are over. I request Father Sanjay Paul to give the prize. അങ്ങനെ തമ്പോല ഗെയിം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സ് ഒരുമിച്ച് 1-2 കരോൾ സോങ്സ് പാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇംഗ്ലീഷും ഒരെണ്ണം ഹിന്ദി ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് മ്യൂസിക് വെച്ചാണ് പാടുന്നത്. അതുകൊണ്ട് ഞാനിവിടെ സോങ് പ്ലേ ചെയ്യുന്നില്ല. നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സോങ് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഗ്രൂപ്പ് സോങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഞങ്ങളുടെ പേര് വിളിക്കുന്നുണ്ട് സിസ്റ്റർ. അപ്പോൾ പേര് വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ അവിടെ പോയി നിൽക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കൊണ്ടുവന്ന് നമുക്കുള്ള ഗിഫ്റ്റ് തരണം കേട്ടോ. അപ്പോൾ ആദ്യം 10 പേരെ വെച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. Let all come. All together we will give. Please come fast. So thank you. ഈ ടീച്ചർക്കാട്ടോ ചേട്ടന്റെ പേര് കിട്ടിയത്. പിന്നെ ഇതാ എനിക്ക് കിട്ടിയത് ഈ സാറിന്റെ പേരാണ്. അപ്പൊ ഞാൻ സാറിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ. അതെല്ലാം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഗിഫ്റ്റ് ചെറുതോ വലുതോ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ നമുക്ക് അങ്ങനത്തെ സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യം കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനും എന്റെ പേര് വിളിച്ചപ്പോ ഞാനും പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്റെ ഫ്രണ്ട് ആരെന്നുള്ളതും നിങ്ങൾക്ക് കാണാട്ടോ. Oh my God. Thank you, Father. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എന്റെ ക്രിസ്മസ് ഫ്രണ്ടിനെ കണ്ടില്ലേ. എന്റെ പേര് കിട്ടിയിരുന്നത് അച്ഛനാണ്. ഞങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛൻ തന്നെയായിരുന്നു. അപ്പൊ അച്ഛൻ വരുന്ന കണ്ടപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ഛൻ എന്റെ അടുത്തേക്കാണ് വരുന്നത്. തൊട്ടടുത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ആയിരിക്കും ഞാൻ ഓർത്തത്. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വണ്ടർ അടിച്ചു കേട്ടോ. അച്ഛന് എന്റെ പേര് കിട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ അച്ഛനാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സിനും ഓരോരോ ടീച്ചർമാരെ അല്ലെങ്കിൽ സാറുമാരെയൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യണ്. ചേട്ടന് കിട്ടിയിരുന്ന പേരെന്ന് പറയുന്നത് ഈ ടീച്ചറുടെ ആയിരുന്നു. അപ്പൊ ചേട്ടൻ ഗിഫ്റ്റ് കൊണ്ടുപോയി ഇതാ ഈ ടീച്ചർക്ക് കൊടുക്കണം കേട്ടോ. ലക്കി, പ്രീത, മീനു, നിരുപമ, അഭിലാഷ.
അങ്ങനെ ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ സ്റ്റാഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൈം എടുത്തു. എല്ലാവരുടെയും പേര് വിളിച്ച് 10 പേരെ നിർത്തി അവരുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്നവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് പിന്നെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ നമ്മുടെ കടന്നുപോയത് അറിഞ്ഞില്ല കേട്ടോ. ഓരോരോ ബാച്ചായിട്ട് വന്ന് ഗിഫ്റ്റ് കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് കുറച്ച് പേരെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നമുക്ക് അങ്ങനെ എടുക്കാൻ അത്രയ്ക്കും ടൈമില്ലല്ലോ, അപ്പൊ കുറച്ച് പേരെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്ത നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഗ്യാദറിങ്. അത് ഇന്നത്തെ ക്രിസ്മസ് ഗ്യാദറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒപ്പം തന്നെ DJ പാർട്ടി കാര്യങ്ങളൊക്കെ അച്ഛൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ DJ പാർട്ടി ഒക്കെ സൂപ്പർ ആയിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസ് ഇതാ ഇതിന്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ ഞാൻ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്ത മൊമെന്റ്സ് ആയിരുന്നു അത്. ഈ വർഷത്തെ ക്രിസ്മസ് ശരിക്കും അടിച്ചു പൊളിച്ചു ഞങ്ങൾ എല്ലാവരും. ഈ സാറിനായിട്ടോ അച്ഛന്റെ പേര് കിട്ടിയായിരുന്നു. അപ്പൊ സാറും അച്ഛനുള്ള ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്തു. അതേപോലെ മറ്റുള്ള എല്ലാ ടീച്ചേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. My name is Swati. My name is Disha. Happy Christmas, teacher. ഇനി അടുത്തത് ജാർഖണ്ഡിൽ നിന്നുള്ള കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൽ, അതുപോലെ സിസ്റ്റേഴ്സും. അപ്പൊ അവര് ക്രിസ്മസ് കരോള് അവരുടെ നാട്ടിൽ പാടുന്ന രീതിയിൽ ഒരു പാട്ട് ഞങ്ങളുടെ സ്കൂളിൽ പാടിയത് കേട്ടോ. all fathers, dear teachers and friends. It's a joyful occasion to gather together, especially just before the Christmas. അവരുടെ പാട്ടിന് ശേഷം ഞങ്ങളുടെ പാരിഷ് പ്രീസ്റ്റ് ഒരു ചെറിയ ക്രിസ്മസ് മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ അച്ഛന്റെ മെസ്സേജിന് ശേഷം പിന്നെ അടുത്തത് വീണ്ടും പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബോംബിന്റെ സിറ്റിക്ക് ഉള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആട്ടോ. അപ്പൊ ഫസ്റ്റ് ഈ ടീച്ചറിനാണ് കിട്ടിയത്. Second prize, Anil. Third prize, Sister Jayanti. Sister Puna and Sister Willow, please come. Congratulations. അടുത്തത് ക്രിസ്മസ് കേക്ക് കട്ടിങ്ങിന്റെ ടൈമാണ്. അപ്പൊ കുറച്ച് ടീച്ചേഴ്സും കുറച്ച് സാറുമാരും പിന്നെ ഫാദേഴ്സ് സിസ്റ്റേഴ്സ് അങ്ങനെ കുറച്ച് പേര് ആയിട്ട് നിന്ന് കേക്ക് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് കഴിയോടുകൂടി പിന്നെ DJ പാർട്ടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മ്യൂസിക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടീച്ചേഴ്സിന് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് അവരതിന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണം. ആ പാട്ടുകൾ കേട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണം. നല്ല ഓരോരോ പാട്ടുകൾ കഴിയുമ്പോഴേക്കും വേറെ ഓരോ പാട്ടുകൾ ഓരോരുത്തരായിട്ട് പറഞ്ഞ് അവരവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് അതിനനുസരിച്ച് ഡാൻസ് നടക്കണം കേട്ടോ. അവിടെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സും തന്നെ എൻജോയ് ചെയ്തു. ഡാൻസ് കളിക്കുന്നവരും മാത്രമല്ല കണ്ടിരിക്കുന്നവരും എൻജോയ് ചെയ്തു കേട്ടോ. ആദ്യം കളിക്കാനായിട്ട് വിളിച്ചപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഇങ്ങനെ നാണോ മടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരാതിരിക്കായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ മെമ്പേഴ്സ് കൂടി തുടങ്ങി. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും സാറുമാര് ഒരു സൈഡിൽ അവരും കളിക്കാൻ തുടങ്ങി, ഒരു സൈഡിൽ ലേഡി ടീച്ചേഴ്സ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ രണ്ട് സൈഡിലും ഒപ്പം ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മ്യൂസിക്കുകളായിരുന്നു. അവര് നല്ല ഫിലിമി സോങ്സ് ഒക്കെ വെച്ച് സൂപ്പർ ആയിരുന്നു കേട്ടോ കളി. മലയാളം പാട്ടുകളും വെച്ചായിരുന്നു അതിനിടയ്ക്ക്. അപ്പൊ നമ്മുടെ മലയാളീസ് തന്നെ ഇവിടെ വേറൊരു ഗ്രൂപ്പ് അവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
മലയാളം പാട്ടായാലും ഹിന്ദി പാട്ടായാലും എല്ലാവരും ഒരുമിച്ചാണ് ഡാൻസ് കളിക്കുന്നത്. കിട്ടുന്ന സ്റ്റെപ്പുകളൊക്കെ വെച്ച് അറിയുന്ന പോലെയൊക്കെ എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് കളിച്ചു കിട്ടും ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇതിനിടയ്ക്ക് അവിടെ കേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സ് കാര്യങ്ങളെല്ലാം അതും കണ്ടിരിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിരിക്കുന്നവർ അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് അങ്ങനെ ഡാൻസും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഡാൻസിന്റെ ഒക്കെ വീഡിയോയുടെ കൂടെ ഇതിന്റെ ഒറിജിനൽ പാട്ട് അവര് കളിച്ചുകൊണ്ടിരുന്ന ആ സെയിം മ്യൂസിക് ഒക്കെ വെക്കണമെങ്കിണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ആ മ്യൂസിക് കൂടെ കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല എന്താ പറയാ തകർപ്പൻ പാട്ടുകളായിരുന്നു. മൊത്തത്തിൽ എല്ലാവരും എൻജോയ് ചെയ്ത് നല്ലൊരു അടിപൊളി ക്രിസ്മസ് ഗ്യാതറിംഗ് ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ. അപ്പോൾ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഞാൻ എല്ലാ വീഡിയോസിൽ നിന്നും ഡാൻസിന്റെ വീഡിയോസിൽ നിന്ന് ഒരു ശകലം മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി നേരം ഉണ്ടായിരുന്നു ശരിക്കും ഈ ഡാൻസ് കാര്യങ്ങളെല്ലാം. അതെന്താ ഇപ്പൊ മൊത്തം ഗ്രൂപ്പ് വലുതായി, ഡാൻസുകളിൽ സ്ട്രോങ് ആയപ്പോൾ ഒത്തിരി പേര് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഡാൻസിന്റെ ടൈമൊക്കെ ഒരുവിധം തീർന്നു. അപ്പൊ അതിനുശേഷം ഇതാ പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഫുഡിന്റെ ടൈമാണ്. അപ്പൊ എല്ലാവരും ഇതാ ഫുഡ് പ്ലേറ്റിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ജാർഖണ്ഡിൽ നിന്നുള്ള കുറച്ച് ടീച്ചേഴ്സും അതുപോലെ വർക്കേഴ്സും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൽ. അപ്പൊ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ അവർ കളിക്കാറുള്ള ആ ഡാൻസും അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം അവരുടെ പാട്ട് വെച്ച് അവരും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പലപ്പോഴും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് എടുക്കാൻ. പക്ഷെ പറ്റാറില്ല. അത് കറക്റ്റ് അവർക്കറിയാം. അത് ഓരോ സ്റ്റെപ്പും എടുത്തതിന് ശേഷം ഓരോ ചെറിയ ഗ്യാപ്പിംഗ് ഒക്കെ ഉണ്ട്. നല്ല രസം അവർ അതിന്റെ മ്യൂസിക്കും വെച്ച് കളിക്കുന്ന കാണാൻ. അപ്പൊ അങ്ങനെ താ ഞങ്ങളും ഫുഡ് എടുത്തേക്കാണ്. കുറച്ചു നേരമൊക്കെ അവരുടെ ഡാൻസ് ഒക്കെ കണ്ടു നിന്നു. അതിന് ശേഷം എന്താ ഞങ്ങളും ഫുഡ് എടുത്തു കേട്ടോ. അപ്പോൾ അവർക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ആ മ്യൂസിക് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ മ്യൂസിക് ഒക്കെ കേട്ട് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിയപ്പോൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ടീച്ചേഴ്സ് അവർ പറഞ്ഞു ചേട്ടനോട് ചേട്ടന് കിട്ടിയ ക്യാഷ് പ്രൈസ് എത്രയെന്ന് നോക്കണം, അപ്പോൾ നമുക്ക് കവർ പൊട്ടിച്ച് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അവരൊരുമിച്ച് കവർ പൊട്ടിക്കുന്നതായിട്ട് കാണുന്നത്. ചേട്ടന് കിട്ടിയ ക്യാഷ് പ്രൈസ് 1000 rupees. ചേട്ടന് ബോംബെ സിറ്റി കളിച്ചതിന് ക്യാഷ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ബൈ 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 ടീച്ചേഴ്സ്, ബൈ ബൈ ബൈ. ഏത് ഐസ്ക്രീമാ? സ്ട്രോബെറി. ഓ തണുപ്പ് കാരണം പറയാൻ പോലും പറ്റണില്ല, താടി കറിക്കണം. ഐസ്ക്രീം ഇഷ്ടമില്ല എന്നാലും പിന്നെ ഓഹോ ഓക്കെ ഓക്കെ കഴിക്കും. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ദൂരെയുള്ളവരൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഫുഡ് കഴിഞ്ഞ് ഐസ്ക്രീം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛനായാലും ഫുഡൊക്കെ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞ് അച്ഛനും ഫുഡ് എടുത്തിട്ടുള്ളൂ ഇപ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ഇത് ഞങ്ങളുടെ സ്കൂളിലെ നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെ അവരിത് അച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഫോട്ടോ സെഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പൊ ഞങ്ങളങ്ങനെ സ്കൂളിലെ ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഫുഡൊക്കെ കഴിഞ്ഞു. എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു. 10 മണിയായിട്ടോ. അച്ഛനോട് ബൈ ബൈ പറഞ്ഞു. അതിലൂടെ എത്തിപ്പിക്കുന്നത് 10 മണിയായി. നാളെ സൺഡേ ആണ്, രാവിലെ കുർബാനയ്ക്കും കൊണ്ടതാണ്. നമ്മൾ 6 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്, 10 മണി വരെ ഉണ്ടായിരുന്നു. പിന്നിതാ ചേട്ടന്റെ ഫ്രണ്ട് ചേട്ടന് കൊടുത്തേക്കുന്നുണ്ട്. ചേട്ടന്റെ ക്രിസ്മസ് ഫ്രണ്ട് ചേട്ടന് കൊടുത്തേക്കുന്ന ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കാണാം. ഞങ്ങൾക്ക് അച്ഛൻ പറഞ്ഞായിരുന്നു റേഞ്ച് എന്ന് പറയുന്നത് 500 to 600 ആണ്. അതിനുള്ളിലുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി ഫ്രണ്ടിന് കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്ത് ഗിഫ്റ്റാണ് ചേട്ടന്റെ ക്രിസ്മസ് ഫ്രണ്ട് ചേട്ടന് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. എനിക്കൊരു ടീച്ചറായിരുന്നു, അടിപൊളി സൂപ്പർ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടി. കപ്പ് കണ്ടിട്ട് അറിയില്ല കേട്ടോ. നോക്കട്ടെ ചേട്ടന്റെ ഗിഫ്റ്റ് ചേട്ടനെ കൊണ്ട് ചായ കുടിക്കാനുള്ള സാധനങ്ങളാണ്. എനിക്ക് ആ പാക്ക് കണ്ടപ്പോ തോന്നി അടിപൊളി. കപ്പ് സോസറും സൂപ്പർ. പൊട്ടിക്കണ്ട, ഒന്നും പൊട്ടിക്കണ്ട.
പിന്നെ പാക്ക് ചെയ്ത് വെക്കാനാണ് അടിപൊളിയല്ലേ? ഒരു കപ്പ് സോസ് കാണിക്കാം. ഇങ്ങനത്തെ 1, 2, 3, 4, 5, 6 6 കപ്പ് സോസ് കപ്പ് സോസ് ഇങ്ങനത്തെ 6. താങ്ക് യു ടീച്ചർ. ഇനി ഞാൻ എന്റെ ഗിഫ്റ്റ് എടുക്കാം. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പോൾ എൻ്റെ പേര് കിട്ടിയായിരുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛൻ തന്നെയായിരുന്നു കേട്ടോ. സ്കൂളിലെ പ്രിൻസിപ്പാൾ അച്ഛൻ തന്നെയായിരുന്നു. അപ്പൊ അച്ഛൻ തന്നിരിക്കുന്ന ഗിഫ്റ്റാണ്. പൊട്ടിച്ചു നോക്കാം നമുക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അച്ഛൻ ഇങ്ങനെ വിഷ് ചെയ്യാൻ അടുത്തേക്ക് വരണുണ്ടപ്പോ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഞാൻ പക്ഷെ അച്ഛൻ എൻ്റെ പേര് കിട്ടിയിരുന്നു. ദൈവം ഇതെന്താ പോലും അച്ഛോ ഇരുന്നൊന്ന് പൊട്ടിക്കുന്നു. അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് എല്ലായിടത്തും 4 വശത്തും ഉണ്ടാവും. അപ്പൊ എന്റെ ഗിഫ്റ്റ് തുറക്കാൻ പോകുന്നു. ഇവിടെ ഉണ്ട് അൺബോക്സിംഗ്. ഇവിടെ ഉണ്ട്. അടിപൊളി സൂപ്പർ. അച്ഛൻ ചുരിദാർ മെറ്റീരിയൽ തന്നേക്കണേ. നമുക്ക് എന്തായാലും തുറക്കാം. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പൊ അച്ഛന് താങ്ക് യു അച്ഛൻ. അടിപൊളി കളർ, എനിക്കില്ലാത്ത കളർ. എങ്ങനെയാണ് അച്ഛൻ കറക്റ്റ് മനസ്സിലായത്? അച്ഛനാ നല്ല ക്രീം കളറിലുള്ള ചുരിദാർ മെറ്റീരിയൽ തന്നേക്കണേ. സൂപ്പർ. ഇല്ലാത്ത കളറുമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായി. നല്ല എന്താ പറയുക, നെറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ. സൂപ്പർ അച്ഛൻ. എൻ്റെ അമ്മ അച്ഛന് ഇത്രയും വലിയ സെലക്ഷനൊക്കെ അറിയാമെന്ന് അറിയില്ലായിരുന്നു. അടിപൊളി. ഇനി ഇതിൻ്റെ കൂടെ ഒത്തിരി ഐറ്റംസുകളുണ്ട്. ഇത് ഷോൾ കേട്ടോ. ഇത് ചുരിദാറിൻ്റെ ഷോളുമേ ഉണ്ട് സെയിം വർക്ക്. ഇപ്പൊ ക്രിസ്മസിനുള്ള പുതിയ ഡ്രസ്സുകളായി. ഇതെനിക്ക് തോന്നുന്നത് ഇത് പാൻറ്റിന്റെ തുണിയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ കൂടെ ഉള്ളിൽ വെക്കാനുള്ള തുണി ഉണ്ടെന്ന് തോന്നുന്നത്. ടൈലറിനെ കാണിച്ചാൽ അറിയുള്ളൂ. അത് ഇനി പാൻറ്റിന് മാത്രമുള്ള തുണിയാണോന്ന് അറിയില്ല. പക്ഷെ ഇത് കണ്ടിട്ട് വലിയതാ. കണ്ടോ, വലിയ പീസാ. അപ്പൊ ഇത് പാൻറ്റിന് പ്ലസ് ലൈനിങ് ആയിട്ട് കൊടുക്കാനും കൂടെ കൊടുത്തേക്കുന്നത്. അങ്ങനെ ചില മെറ്റീരിയൽസ് കൂടെ കിട്ടാറുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് പാൻറ്റിൻ്റെ പീസ് പ്ലസ് ലൈനിങ് പീസ്. അടിപൊളി, സൂപ്പർ. അച്ഛൻ്റെ സെലക്ഷൻ അടിപൊളി, നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല വർക്കാട്ടോ. ഉണ്ടോ, നല്ല ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ എംബ്രോയിഡറി ആണ്. പക്ഷെ നല്ല സ്ട്രോങ് വർക്കാണ്. നല്ല അടിപൊളി. ഒന്നും മനക്കിയിട്ടൊന്നും അനങ്ങുന്നില്ല. അതുപോലത്തെ സൂപ്പർ. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ഗിഫ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അത് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തയ്പ്പിക്കാൻ കൊടുക്കണം. തയ്പ്പിച്ച് എന്തായാലും ഉടനെ തന്നെ കിട്ടുമൊന്നുമില്ല. ഒന്നാമത്തെ ക്രിസ്മസിൻ്റെ സീസൺ. പിന്നെ ഇവിടുത്തെ കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇങ്ങനെ ഡിസംബർ ജനുവരിയിലൊക്കെയാണ്. തണുപ്പത്താണ്. പിന്നെ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ തൊപ്പി വെച്ചത് കേട്ടോ. ഇപ്പൊ എത്രയായിരുന്നു ഡിഗ്രി? 12 ഡിഗ്രി ആയിരുന്നു ഇന്നത്തെ തണുപ്പ് ഈ സമയത്ത്. ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴത്തേക്ക് എത്താമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒരു വർഷം ക്രിസ്മസിന് മുമ്പായിരിക്കും, ഒരു വർഷം ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും. അതൊന്നും എനിക്ക് നേരത്തെ പറയാൻ പറ്റില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന പോലെയായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്താം. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ 1000 മംഗളാശംസകൾ. അതുപോലെ തന്നെ ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഇൻ അഡ്വാൻസ്. അപ്പോൾ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഇനി ബോംബെയിലേക്ക് കൂടെ പോകണല്ലോ. അപ്പോൾ ബോംബെയിലേക്ക് പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളുടെ കറക്കത്തിൻ്റെ ഒരു ദിവസമാണല്ലോ. അപ്പോൾ ടൂറിൻ്റെ സമയത്ത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ ഒന്നും പറ്റില്ല.
അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയ വീഡിയോസും ഓണിന് മുമ്പ് കൂടെ എടുത്ത വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ അതും ഒക്കെ കൂടെ വരും. ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഫാസ്റ്റായിട്ട് ഇടാൻ നോക്കും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കും കേട്ടോ. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സ്കൂളിലെ ക്രിസ്മസ് ഫംഗ്ഷൻ, ക്രിസ്മസ് മിലൻ ഗ്യാതറിങ് സൂപ്പറായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രിസ്മസ് ഗ്യാതറിങ് ഉണ്ടായത്. ഗ്യാതറിങ് ഉണ്ടാവാറുണ്ട്, ഇന്ന് DJ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആദ്യമായിട്ടാണ്. ക്രിസ്മസ് ഗ്യാതറിങ് ഞങ്ങൾക്ക് മുൻപും പല വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഗ്യാതറിങ് ഉണ്ടെങ്കിലും വൈകുന്നേരം ടൈമിൽ വിളിക്കുക, ഫുഡ് അങ്ങനെയൊക്കെ അത് മുൻപുണ്ടായിരുന്നുണ്ട് 1-2 കൊല്ലങ്ങളിലൊക്കെ. എന്നാലും ഉച്ചയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പകലാണ്, ഡേ ടൈമിലായിരുന്നു. പിന്നെന്തായാലും അങ്ങനെ ഈവനിങ് ടൈമിൽ പോയി നല്ല സൂപ്പറായിരുന്നു. ടീച്ചേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മ്യൂസിക്കൊക്കെ വെച്ചിട്ട് തകർപ്പൻ ഡാൻസായിരുന്നു. ഞങ്ങളൊന്നും പിന്നെ അധികം ഡാൻസൊന്നും കളിക്കാൻ പോയില്ല. ഇടയ്ക്ക് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയപ്പോൾ ഞാനൊരു 2 സെക്കൻഡ് ഒന്നവിടെ അവരുടെ കൂടെ ഒന്ന് നിന്നു എന്ന് മാത്രം. പിന്നെ വീഡിയോ ഒക്കെ എടുക്കലൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ അധികം കളിക്കാനൊന്നും പോയില്ല. നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ ഒത്തിരി പേര് കളിച്ചിട്ടുണ്ട്. പിന്നെ യങ്സ്റ്റേഴ്സ് അല്ലാണ്ടും താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. അവരൊക്കെ കളിച്ചു. നമ്മൾ ഇന്ന് കളിച്ച് നാളെ കിടപ്പായാൽ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം കളിക്കാൻ പോയില്ല. അപ്പോൾ എന്തായാലും സൂപ്പർ പരിപാടിയായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.